എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഞാനിന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു കാര്യം കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, വളരെ സത്യമായിട്ടുള്ള കാര്യവും കൂടിയാണ്. വന്യമൃഗങ്ങൾക്കും അല്ലെങ്കിൽ അത് കാട്ടിലുള്ള ജീവജാലങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതിനെ പറ്റി 1972 വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം വനത്തിലുള്ള ഒരു ജീവജാലങ്ങൾക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇതിനകത്തുള്ള പ്രത്യേകിച്ച് നമ്മൾ ആതിരപ്പള്ളി, പളുക്കപ്പാറ, വാൽപ്പാറ, നെല്ലിയാമ്പതി എന്നീ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന രണ്ട് കുരങ്ങുവർഗ്ഗങ്ങളാണ് സിംഹവാലൻ കുരങ്ങും നമ്മുടെ നാട്ടുകുരങ്ങ്, അത് ബോണറ്റ് മക്കാക്ക് എന്ന് പറയുന്നു. ഈ വനപാതകളിൽ കൂടി സഞ്ചരിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ഈ വനത്തിലേക്ക് കടന്നു പോകുന്ന ജനങ്ങൾ അവർ കൈ കരുതിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുക്കാറുണ്ട്. അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. ഇതൊക്കെ നമ്മുടെ വനംവകുപ്പ് അറിയുവാണെങ്കിൽ അവരതിൻ്റെ പേരിലൊക്കെ ആക്ഷനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അത് തന്നെയുമല്ല, അവരുടെ ഹാബിറ്റായിട്ട് നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ്. സ്ഥിരം തീറ്റ കൊടുക്കുമ്പോൾ ഇതുങ്ങൾ വനത്തിൽ നിന്ന് അവരുടെ സ്വയമായിട്ടുള്ള ഹാബിറ്റാറ്റിൽ നിന്ന് മാറി പുറത്തേക്ക് വരികയും ഇത് കിട്ടാതെ വരുമ്പോൾ ഈ ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അതല്ല, ഇവർ ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മുടെ കയ്യിൽ കൂടി നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ കൂടിയൊക്കെ ഇവർക്ക് ധാരാളമായിട്ടുള്ള അണുബാധകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇവർ മരച്ചില്ലകളിൽ കൂടി നടന്ന് ഇവർ അതിലുള്ള കായ്കളും പൂക്കളും അതുപോലെ തന്നെ ചില വിത്തുകളും ഷഡ്പദങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവരെ ആഹാരമാക്കാറുള്ളത്. ഇതിൽ കൂടി ഓടി നടന്നെങ്കിൽ മാത്രമേ ഇവർക്കുള്ള ആരോഗ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും ഈ വനമേഖലയിൽ കൂടി പോകുന്ന നമ്മൾ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കാൻ പോകരുത്. നമ്മൾ ഇവരുടെ വംശനാശത്തിനുള്ള ഭീഷണിയായി മാറും. നമ്മളിവരെ സ്നേഹിക്കുക, ഇവരെ കാണുക, ഇവരുടെ പ്രവൃത്തികളൊക്കെ കണ്ട് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ കൈ കരുതിയിരിക്കുന്നൊന്നും ഇവർക്ക് കൊടുക്കരുത്. പ്രത്യേകിച്ച് വനയാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മറ്റുള്ള നമ്മൾ ഉപയോഗിച്ചിട്ട് പുറത്ത് കളയുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയൊന്നും ഈ ഭാഗത്തൂടെ കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക. അഥവാ കൊണ്ടുപോകുകയാണെങ്കിൽ അത് നമ്മളെ കയ്യിൽ തന്നെ കരുതുക. തിരിച്ച് അത് എവിടെ നിന്ന് കൊണ്ടിരുന്നു അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുക. ഇതെന്ന് പറയാനായിട്ടാണ് ഞാനിങ്ങനെ വന്ന്. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ.